പി.ടി. റഹീം ഇപ്പോൾ സെനറ്റ് യോഗത്തിന് ശേഷമാണെന്ന് തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങി വരുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത്. MLA അടക്കമുള്ളവർ ഇതൊരു രാഷ്ട്രീയ സമരമാണല്ലോ, അത് നടക്കട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നേരത്തെ അരുൺ പാറയ്ക്കൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സെനറ്റ് യോഗം കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുൺ, എന്താണ് വിവരങ്ങൾ? ഇപ്പോൾ MLA-യും വൈസ് ചാൻസലറും ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. സെനറ്റ് യോഗം കഴിഞ്ഞോ എന്ന കാര്യത്തിൽ അത് പരിശോധിക്കുകയാണ്. എന്തായാലും ഈ സെനറ്റ് യോഗം കഴിഞ്ഞു എന്നാണ് കരുതുന്നത് എങ്കിൽ ഇത് SFIയുടെ രാഷ്ട്രീയ വിജയം തന്നെയാണ്. പ്രതിഷേധം അതിന്റെ ഫലം കാണുന്നു എന്നതിന്റെ സൂചനയാണ് വരുന്നത്. സെനറ്റ് യോഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് മുഴുവൻ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതേസമയം കാവ്യവൽക്കരണ നീക്കത്തിന് ചാൻസലർക്കുള്ള ഉറച്ച മറുപടിയായി കാലിക്കറ്റ് ക്യാമ്പസ് ഒരിക്കൽ കൂടി നിലയുറപ്പിച്ചിരിക്കുന്നു. ശക്തമായ പ്രതിഷേധം ഫലം കാണുകയാണ്. സെനറ്റ് യോഗം പൂർണ്ണമായിട്ടുണ്ട് എങ്കിൽ ചാൻസലർ വളഞ്ഞ വഴിയിൽ അവിടേക്ക് കയറ്റാൻ നോക്കിയ ABVP നോമിനികൾ പുറത്തു തന്നെ നിന്ന് നിരാശരായി മടങ്ങേണ്ട സാഹചര്യം. അരുൺ പാറയ്ക്കൽ, എന്താണ് വിവരങ്ങൾ? അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സെനറ്റ് യോഗം കഴിഞ്ഞു എന്ന് തന്നെയാണ് കരുതേണ്ടത്. പ്രതിനിധികളെല്ലാം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. SFIയുടെ രാഷ്ട്രീയ പ്രതിരോധം ഫലം കണ്ടിരിക്കുന്നു. സെനറ്റ് യോഗത്തിൽ ചാൻസലർ വളഞ്ഞ വഴിയിലൂടെ നോമിനേറ്റ് ചെയ്ത് ആർക്കും കയറാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. അത്ര ശക്തമായ പ്രതിഷേധമാണ് അവിടെ SFIയുടെ നേതൃത്വത്തിൽ നടന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്ന പ്രക്ഷോഭപാതയിൽ ഉറച്ചു നിന്നുള്ള SFIയുടെ ശക്തമായ നിലപാട് ഫലം കണ്ടിരിക്കുന്നു. സെനറ്റ് യോഗത്തിൽ ഗവർണർ വളഞ്ഞ വഴിയിലൂടെ കയറ്റാൻ നോക്കിയ ഒരു പ്രതിനിധിക്കും ഇടം കിട്ടാതെ നിരാശരായി അവർക്ക് ഗേറ്റിന് പുറത്ത് കാത്തു നിൽക്കേണ്ടി വന്നു. ഇനി അവർക്ക് മടങ്ങാം. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം ചേരും. എന്തായാലും സെനറ്റ് യോഗം പൂർത്തിയായിരിക്കുന്നു. VC അടക്കമുള്ളവർ, MLA അടക്കമുള്ളവർ പുറത്തേക്ക് വരുന്നു. മറ്റ് സെനറ്റ് അംഗങ്ങളും പുറത്തേക്ക് വരുന്നു. അകത്ത് കടക്കാനാകാതെ പുറത്തു തന്നെ നിൽക്കേണ്ടി വന്നു ചാൻസലർ വളഞ്ഞ വഴിയിലൂടെ കയറ്റാൻ ശ്രമിച്ചവർ. അത്ര ശക്തമായ പ്രക്ഷോഭമാണ് SFI നടത്തിയത്. SFIയുടെ നീക്കത്തിന് ഫലവും കിട്ടിയിരിക്കുകയാണ്. സെനറ്റ് യോഗത്തിൽ ചാൻസലർ വളഞ്ഞ വഴിയിലൂടെ കയറ്റാൻ നോക്കിയ ഒറ്റ സംഘപരിവാറുകാരനും ഇരിപ്പിടം കിട്ടിയില്ല. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, പുതിയ വിവരങ്ങൾ. ഇപ്പോൾ സെനറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു. വൈസ് ചാൻസലറും രജിസ്ട്രാറും ഉൾപ്പെടെ ആളുകൾ, സെനറ്റ് അംഗങ്ങളും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും SFI സമരം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു. SFI സെനറ്റ് ഹൗസിന്റെ മുൻവശത്തെ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. എന്നാലും കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത്തരത്തിൽ ഗവർണറുടെ ഒരു നീക്കം അത് തങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോഴും SFI ഉള്ളത്. നേരത്തെ തന്നെ 8 മണിയോടുകൂടി തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. എന്നാൽ SFIയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. ഈ സെനറ്റ് അംഗങ്ങളെ ഒരു കാരണവശാലും ഇങ്ങോട്ട് കയറ്റില്ല. വളഞ്ഞ വഴിയിൽ കൂടിയാണ് അവർ കയറുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ അനുകൂലികളായ ഒരാളെ പോലും ഈ സെനറ്റ് യോഗത്തിലേക്ക്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് യോഗത്തിലേക്ക് കയറ്റില്ല എന്നൊരു നിലപാടിൽ SFI ഉറച്ചു നിന്നിരുന്നു. SFIയുടെ സമരം ഫലം കണ്ടിരിക്കുന്നു. വിജയകരമായ സമരത്തിന് ശേഷമാണ് പോലീസിന് ഇപ്പോൾ മറ്റുള്ള പ്രവർത്തകരെ നീക്കം ചെയ്യാൻ കഴിയുന്നത്. സെനറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു. ചാൻസലറുടെ നോമിനികൾക്ക് അകത്ത് കടക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. സെനറ്റ് യോഗം പൂർത്തിയാകുന്നതുവരെ അവർക്ക് പുറത്തു തന്നെ നിൽക്കേണ്ടി വന്നു. നിരാശരായി മടങ്ങേണ്ടിയും വന്നു. സംഘപരിവാർ പ്രതിനിധികളെ അകത്ത് കയറ്റില്ല എന്ന ഉറച്ച നിലപാടാണ് SFI സ്വീകരിച്ചിരിക്കുന്നത്. അത് അവരുടെ പ്രഖ്യാപിത നിലപാടാണ്. അതുകൊണ്ടാണ് ചാൻസലറുടെ നോമിനികളുടെ മുഖത്ത് നോക്കി തന്നെ അവർ പറഞ്ഞത്, നിങ്ങളോട് വ്യക്തിപരമായി വിയോജിപ്പില്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല, ചാൻസലറെയാണ് വേണ്ടത്, ഇവിടെ സവർക്കറെയല്ല. ആ നിലപാടിന്റെ ഒരു ബലപരീക്ഷണത്തിൽ കൂടി SFI അവരുടെ നിലപാട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരം വിജയത്തിലേക്ക് കടക്കുകയാണ്. സെനറ്റ് യോഗത്തിൽ ചാൻസലർ വളഞ്ഞ വഴിയിലൂടെ കയറ്റാൻ നോക്കിയ സംഘപരിവാറുകാർക്ക് ഇരിപ്പിടം കിട്ടിയില്ല. അരുൺ പാറയ്ക്കൽ വീണ്ടും ചേരുന്നു. അരുൺ, ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണോ, അതോ ഈ സമരം വിജയിച്ചിരിക്കുന്നു, ഇനി പ്രകടനം ആ രൂപത്തിലാണോ SFIയുടെ തുടർ നടപടികൾ? വേണു, ഇപ്പോൾ SFIയുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഗവർണർ നോമിനേറ്റ് ചെയ്ത ഒരു സെനറ്റ് അംഗത്തെ പോലും അകത്തേക്ക് കയറ്റാൻ SFI പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. 10 മണിയോട് വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ളവർ ഈ സെനറ്റ് യോഗത്തിലേക്ക് എത്തി. അതിനുശേഷം സെനറ്റ് യോഗം ആരംഭിച്ചു. നമ്മൾ നേരത്തെ MLA ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുന്നു. അപ്പോൾ അതൊക്കെ പാർട്ടി തീരുമാനമല്ലേ, സംഘടനാ തീരുമാനമല്ലേ, അതിന് അനുസൃതമായാണ് കാര്യങ്ങൾ നടക്കുക എന്ന് കുന്നമംഗലം MLAയും നമ്മളോട് പ്രതികരിച്ചു. MSF ഉൾപ്പെടെയുള്ള MSFന്റെയും KSUവിന്റെയും ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങൾ ഇവിടേക്ക് എത്തി. ആ സമയത്ത് പോലും SFI പ്രവർത്തകർ അവരെയും തടഞ്ഞുകൊണ്ട് എങ്ങോട്ടാണ് പ്രവേശിക്കുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുമെന്ന് അരുൺ പാറയ്ക്കലാണ് വിവരങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ശക്തമായ നിലപാടിലാണ് SFI. ചില പ്രതികരണങ്ങൾ വരുന്നു അതിലേക്ക്. ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ ലോന്റെ അജണ്ടയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇന്നത്തെ ചർച്ച ഉണ്ടായിരുന്നത്. അജണ്ടയിൽ ഈ നിയമ പഠനവുമായി ബന്ധപ്പെട്ട റെഗുലേഷൻ ആണ്. അപ്പൊ നമ്മൾ അവിടെ അവതരിപ്പിച്ചത്, നമ്മൾക്ക് മുകളിൽ ഒരു ബോഡിയുണ്ട്, ബാർ കൗൺസിൽ പറയുന്നുണ്ട്. ബാർ കൗൺസിൽ പറയുന്ന നിയമവുമായി ബൈൻഡ് ചെയ്തിട്ട് മാത്രമേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള റെഗുലേഷൻ നടത്താൻ പാടില്ലൂ എന്നാണ് ഞങ്ങൾ അവിടെ ആവശ്യപ്പെട്ടത്. ബാർ കൗൺസിൽ കേവലം 70% അറ്റൻഡൻസ് പറയുകയും മാക്സിമം ഏജ് 21 പറയുകയും യൂണിവേഴ്സിറ്റി റെഗുലേഷൻ എന്ന് പറയുന്നത് 20 ഏജ് പൂർത്തിയവർക്ക് LLB പഠിക്കാൻ പാടില്ല. അങ്ങനെ ബാർ കൗൺസിൽ വേറെ, യൂണിവേഴ്സിറ്റിന്റെ നിയമങ്ങൾ വേറെ പോകുമ്പോൾ അത് ബാധിക്കുന്ന സ്റ്റുഡൻസിനെയാണ്. അതുകൊണ്ട് അത് പാസ്സാക്കരുത്, അത് ചർച്ചയ്ക്ക് വിധേയമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാതെ എല്ലാവരും കൂടി കൈയടിച്ചത് പാസ്സാക്കാണെന്ന് പറയാണ്. നമ്മളിവിടെ എന്തിനാ ഇരിക്കുന്നത്? നമ്മൾ സ്റ്റുഡൻസ് എന്തിനാണ് 10 സ്റ്റുഡൻസ് മെമ്പേഴ്സ്? സ്റ്റുഡൻസിന്റെ പ്രശ്നങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വിഷയങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് കൈയടിച്ച് പാസ്സാക്കി പോവുക. മുമ്പ് LLM 1 ഇയർ ആക്കിയതിന്റെ പേരിൽ ബാർ കൗൺസിൽ ഇന്നും അംഗീകാരം കിട്ടാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന LLM കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് കൈയടിച്ച് പാസ്സാക്കി അവർ വിടാന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ കയറി വരുമ്പോൾ കണ്ടതാണ്. ഇതൊരു യൂണിവേഴ്സിറ്റി ആണോ പാർട്ടി ഓഫീസാണോ നമുക്ക് സംശയം ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു സെനറ്റ് മെമ്പർ ആയിരിക്കും ഇങ്ങോട്ട് വരുമ്പോൾ SFIയുടെ ഔദാര്യത്തിൽ നിങ്ങൾ കയറിക്കോ എന്നിട്ട് നമ്മളെ കയറ്റാണ്. അങ്ങനെ പല വിധങ്ങളായ വിഷയങ്ങളാണ് യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പ്രതിഷേധത്തിന് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? ഇത് പാസ്സാക്കരുത്, ഇതൊന്നുകൂടെ ചർച്ച ചെയ്യണം, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാരും കൈയടിച്ച് പാസ്സാക്കുക. നമ്മളെ വോയിസിന് അവിടെ ഒരു പരിഗണനയും നൽകാണ്ട് പെട്ടെന്ന് അങ്ങ് പാസ്സാക്കുക. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അത് പാസ്സാക്കരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതിഷേധിക്കും. അത് മാത്രമാണ് നടന്നത്. അപ്പൊ VC പെട്ടെന്ന് ഇറങ്ങിപ്പോകും. 6 മാസമായിട്ട് സെനറ്റ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നടന്ന 2 സെനറ്റ് യോഗങ്ങളും സ്പെഷ്യൽ യോഗങ്ങളാണ്. വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുണ്ട്. ഇവിടെ 95 കോടി രൂപ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട വിഷയമുണ്ട്. 150 കോടി രൂപ സർക്കാരിന് നൽകിയ വിഷയമുണ്ട്. ഇവിടെ മരങ്ങൾ മുറിച്ച വിഷയങ്ങളുണ്ട്. അവിടെ അതൊന്നും നോക്കാതെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട ഫെലോഷിപ്പുകൾ നൽകാത്ത വിഷയമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പുകൾ നൽകാൻ പണമില്ല എന്നാണ് ഞങ്ങൾക്ക് രേഖാമൂലം നൽകിയ പരാതി. ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ മീറ്റിംഗിന്റെ സാങ്കേതികത പറഞ്ഞുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് VC ഇറങ്ങി പോവുകയാണ്. VC ഇറങ്ങി പോകാൻ പാടില്ലെന്നും ഞങ്ങളെ വിഷയങ്ങൾ കേൾക്കണമെന്ന് MSFന്റെ സെനറ്റ് മെമ്പർമാർ പറയുകയും ഞങ്ങളെ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാർ അടക്കമുള്ള ആളുകൾ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. വനിതാ സെനറ്റ് മെമ്പർ ആയിട്ടുള്ള റുമൈസ റഫീഖിനെ അടക്കമുള്ള ആളുകളെ, എന്നെയും റയീസ് അലികളും അടക്കമുള്ള ആളുകളെ ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാർ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾ എന്താ ചെയ്തത്? വിദ്യാർത്ഥി വിഷയങ്ങൾ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്ത MSFന്റെ സെനറ്റ് അംഗങ്ങൾ ആ യോഗത്തിൽ അവർക്ക് നിലപാടുകൾ പറയാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രതിഷേധത്തെ തുറന്ന മനസ്സോടെയല്ല VC അടക്കം സമീപിച്ചത് എന്ന വിമർശനമാണ് നടത്തുന്നത്. കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരം വെട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ SFI ഉന്നയിക്കുന്നത് ഒറ്റ കാര്യം: കാവ്യവൽക്കരണം നടക്കില്ല.